ഈ ഹിജാബ്സ് ആക്ച്വലി ഇറ്റ്സ് ഫ്രം യു എന്ന് മേടിച്ചതാണ്. ആൻഡ് ഞാൻ ഇതിനു മുന്നേ എന്നെ അറിയുന്നവർക്ക് അറിയാൻ മതിയാവും, ഞാനൊരു ഹിജാബ്സിൻ്റെ ഒരു സ്റ്റോറും സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇല്ല, അതൊന്നും ഇല്ല. ആൻഡ് അപ്പോൾ അന്ന് ഞാൻ കളക്ട് ചെയ്ത് വെച്ച കുറച്ച് പ്രിൻറ്റഡ് ഹിജാബ്സാണ്. പക്ഷേ ആക്ച്വലി ഞാനിപ്പം അതൊന്നും യൂസ് ആക്കാറില്ല. അതായത് അതിൽ കുറച്ചെണ്ണം മാത്രമേ ഞാൻ യൂസ് ആക്കുള്ളൂ. ഇപ്പം അധികം ഞാൻ പ്ലെയിൻ ഹിജാബ്സ് മാത്രമാണ് ഉപയോഗിക്കൽ. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്നുള്ളത്. ഇനിയും കുറേ ഉണ്ട്, അതിൽ കുറച്ചെണ്ണം മാത്രമേ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. അപ്പം ഞാൻ കാണിച്ചു തരാം. സോ ദിസ് ഈസ് ദ ഹിജാബ്സ്. ഇതാണ് എൻ്റെ പ്രിൻറ്റഡ് ഹിജാബ് കളക്ഷൻസ്. കണ്ടോ, എല്ലതും ഷിഫോണാണ്, എല്ലാ ഹിജാബ്സും ഷിഫോണാണ്. ഇത് മാത്രം ക്രിങ്കിൾഡ് ഷിഫോൺ എന്നൊക്കെ പറയുമല്ലോ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ്. ഇതും പിന്നെ ഒരു 1-2 എണ്ണമാണ്. ഇതൊക്കെയാണ് ഞാൻ പിന്നെയും യൂസ് ആക്കുന്ന ഐറ്റംസ്, അതായത് ഹിജാബ്സ് ഈ ഒരു പ്രിൻറ്റിന്. ബാക്കി റെസ്റ്റ് ഞാൻ അങ്ങനെ യൂസ് ആക്കലില്ല. എൻ്റെ അമ്മ ചിലപ്പോൾ എടുത്തിടലുണ്ട്, ഞാനങ്ങനെ ഇടലില്ല. അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഞാൻ തുറന്ന് അതായത് നിവർത്തി ഞാൻ കാണിച്ചു തരില്ല. ഇത് മടക്കുക എന്ന് പറയുന്നത് വൻ പാടാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയാം, അവിടെ 1 to 10 ഹാങ് ചെയ്തിടുന്ന ഒരു സംഭവം മേടിക്കാൻ കിട്ടും. അപ്പം അവിടുന്ന് ഞാൻ മേടിച്ച ആ ഹാങ്ങർമേൽ, ഹിജാബ് വെക്കുന്ന ഹാങ്ങർമേൽ ആകെ കൊളത്തിയിട്ടതാണ് ചെയ്തത്. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര മടിയാണ് അതൊന്നായിട്ട് നിർത്തി മടക്കി എടുത്ത് വെക്കുക എന്ന് പറയുന്നത്, ഭയങ്കര പണിയാണ്. ആൻഡ് ദ ഫസ്റ്റ് ഹിജാബ് ഈസ് ദിസ് വൺ. ഒരു ലൈറ്റ് ക്രീമിൽ ഒരു ലൈറ്റ് ബ്ലൂ ഗ്രീൻ ഒക്കെ കളറ് വരുന്ന ഒരു പ്രിൻറ്റഡ് ഹിജാബാണ്. എല്ലാ ഹിജാബ്സും ഒരു 2 മീറ്റർ ലെങ്ത് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല നീളമുണ്ട്, വീതിയുണ്ട്. നമുക്ക് നല്ല ലാവിഷായിട്ട് ഇടാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് വൺ ഈസ് ദിസ്. ഇത് ഞാൻ ഉപയോഗിച്ചിരുന്നു, അത് ഞാൻ തീരെ ഉപയോഗിച്ചില്ല, യൂസാക്കിയിട്ടേ ഇല്ല. ആൻഡ് ദിസ് വൺ ഈസ് ദ നെക്സ്റ്റ്. ഇതും ഒരു ലൈറ്റ് ഗ്രീനിൽ വന്നിട്ട് ബ്ലൂ ആൻഡ് സം കളർ ഷെയ്ഡ്. നമ്മൾ ബ്ലൂ കളറ് അല്ലെങ്കിൽ ഗ്രീൻ കളറ് ഡ്രസ്സിലേക്കൊക്കെ അത്യാവശ്യം നല്ല മാച്ച് ആവുന്ന ഒരു ടൈപ്പ് ഓഫ് ഹിജാബാണ്. ആൻഡ് ഈവൺ ഇഫ് ഇറ്റ് ഈസ് ബ്ലാക്ക് അത് മാച്ച് ആവും. എല്ലതും ഇത് നല്ല ഒരു എന്താ പറയുക, കുറച്ച് ഹെവി ടൈപ്പ് ഓഫ് തലയിൽ നിൽക്കുന്ന ടൈപ്പ് ഓഫ് ഹിജാബ്സ് തന്നെയാണ് കേട്ടോ എല്ലതും. ആൻഡ് ദിസ് വൺ ഈസ് ദ നെക്സ്റ്റ്. കണ്ടോ, ഇതും ഞാനൊരു 2-3 തവണ അത്രയൊക്കെ തന്നെ ഞാനും ഇത് ഇട്ടിട്ടുള്ളൂ. ആൻഡ് ദിസ് ഈസ് ദ നെക്സ്റ്റ്. സോ ഇതാണ് അടുത്തത്. കണ്ടോ, ഇത് ഞാൻ യൂസ് ആക്കലുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഞാനിപ്പം അടുത്ത് യൂസ് ആക്കാൻ തുടങ്ങി. അതിന് മുന്നേ ഞാൻ യൂസ് ആക്കല് ഒരു 1-2 മാസമായിട്ട് ഞാൻ ഇത് യൂസ് ആക്കാൻ തുടങ്ങിയാണ്. സോ ദിസ് ഈസ് ഒരു പുലിൻ്റെ ഒരു ഷേപ്പിലൊക്കെ വരുന്ന, അങ്ങനെ പറയാം. ആൻഡ് ദിസ് ഈസ് മൈ ഫേവറേറ്റ് ഹിജാബ്. ഇന്നറിയുന്നവർക്കറിയാം, ഞാൻ അധിക ഡ്രസ്സിൻ്റെ കൂടെ ഞാൻ വെയർ ചെയ്യുന്നത് ഈ ഒരു ഹിജാബാണ്. ഇത് നേവി ബ്ലൂവിൽ വരുന്നിട്ട് കുറച്ച് പ്രിൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ല ബ്യൂട്ടിഫുൾ ഹിജാബാണ്. നല്ല ബ്ലൂ കളർ ഡ്രസ്സിലേക്കൊക്കെ, പ്ലെയിൻ ബ്ലൂ അങ്ങനത്തെ കളർ ഡ്രസ്സിലേക്കൊക്കെ നല്ല മാച്ച് ആവുന്ന ഡ്രസ്സാണ്, ഹിജാബാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദിസ്. ഇത് ഹെവി ഷിഫോൺ എന്ന് വേണേൽ പറയാം. നല്ല ഹെവി ഷിഫോണല്ല, ഒരു ജോർജറ്റ് ടൈപ്പാണ് ഈ ഒരു മെറ്റീരിയൽ വന്നത്. ആൻഡ് ദിസ് ഈസ് ദ ടൈം. കണ്ടോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തലയിൽ നല്ല ഒരു കംഫർട്ടബിൾ ഇതിട്ടാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും നോക്കണ്ട. മീൻസ് അതായത് ശരിയാണോ അതാണോ നോക്കണ്ട, അത്രയും കംഫർട്ടബിളാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദിസ്. ഇത് അത്യാവശ്യം 2 മീറ്ററിനേക്കാളും അധികം ലെങ്ത് ഉണ്ട് ഈ ഒരു ഹിജാബ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ഞാൻ ചില സമയത്ത് അബായാസിൻ്റെ ഒക്കെ കൂടെ പെയർ ചെയ്യാറുണ്ട് ഇത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദിസ് വൺ.
ഇത് ഞാൻ പണ്ട്, അതായത് പണ്ട് എന്ന് പറയുമ്പം ഞാൻ ഈ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തും അതേപോലെ തന്നെ +2 ലാസ്റ്റ് അത്രയും വർഷം പഴക്കമുണ്ട് കേട്ടോ. അത് നിങ്ങൾ ചിന്തിക്കണം. മീൻസ് അത്രയും വർഷം എന്ന് പറഞ്ഞാൽ കുറേ വർഷം ഒന്നും ആയില്ല, കുറച്ച്. അപ്പം ഈ ഹിജാബ് ഞാൻ ആ സമയത്ത് വൈറ്റ് ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഇടാറുണ്ട്. അപ്പം അന്ന് നല്ലോണം ഞാൻ യൂസ് ആക്കിയൊരു ഹിജാബാണിത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഇത് ഞാൻ ഇട്ടിട്ടേ ഇല്ല, ഉണ്ടോ? ഇപ്പോഴും പുതിയത് മണക്കും. ഇത് ഞാൻ ഇട്ടിട്ടില്ല. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദിസ് വൺ, കണ്ടോ? ഇതൊക്കെ ഇതിൻ്റെ പ്രിൻ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇതും ഞാൻ ഇട്ടിട്ടില്ല. ഇടണം, ഒരു ദിവസം ഇടും, എല്ലതും ഇടും. പിന്നെ ഉമ്മ ഉണ്ടായതുകൊണ്ട് ഉമ്മ ഫുള്ള് അധികം ഉമ്മ എടുത്തിടാറുണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ആൻഡ് ദിസ് നെക്സ്റ്റ് വൺ ഈസ് ദിസ് വൺ. ഇതും എന്താ പറയുക, ഒരു വട്ടങ്ങാനും ഞാൻ യൂസ് ആക്കിയിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദിസ് വൺ. ഇത് ഞാൻ ഇപ്പം അടുത്തും കൂടി യൂസ് ആക്കിയിട്ടുള്ളൂ. ഇത് ഞാൻ ഏത് ഡ്രസ്സിൻ്റെ കൂടെ ഇട്ടത് എനിക്ക് ഓർമ്മയില്ല. ഒരു ബ്ലാക്ക് കളർ ഡ്രസ്സിൻ്റെ കൂടെ തന്നെയാണെന്ന് തോന്നുന്നു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇതിൻ്റെ പ്രിൻ്റ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഫുൾ പ്രിൻറ്റും അങ്ങനെ തന്നെയാണ്. ആൻഡ് മൈ ലാസ്റ്റ് ഹിജാബ് ഈസ് ദിസ് വൺ. ആൻഡ് ഇതാണ് ഇപ്പം എൻ്റെ കറൻറ്റ് ഹിജാബ് കളക്ഷൻസ്. അപ്പം എൻ്റെ ടോട്ടൽ ഹിജാബ്സ് എത്ര എണ്ണാന്ന് വെച്ചാൽ 14 ഹിജാബ്സ് ഉണ്ട്. 1 2 3 4 14 എണ്ണം ഉണ്ട് ഞാൻ പെണ്ണിന്. അപ്പോൾ 14 ഹിജാബ്സ് ഉണ്ട്. ആൻഡ് ദിസ് ഈസ് മൈ പ്രിൻറ്റഡ് ഹിജാബ് കളക്ഷൻ. ഇതിനേക്കാളും ഇരട്ടി ഉണ്ട് എൻ്റെ എന്താ പറയുക പ്ലെയിൻ ഹിജാബ്സ്. ഒന്നാമത്തെ റീസൺ കുറേ ഉണ്ടാവാൻ കാരണം ഞാനും ഉമ്മയും ആണ് യൂസ് ആക്കാറ് അധികം. ആൻഡ് പിന്നെ ഞാൻ കുറച്ച് ദുബായിൽ നിന്ന് ഞാനായിട്ട് മേടിച്ചത് ആ കളക്ഷൻ വേറെ ഉണ്ട്. പിന്നെ എൻ്റെ പണ്ടത്തെ കളക്ഷൻസ് അതും വേറെ ഉണ്ട്. താത്ത കുറച്ച് കൊണ്ടുവന്നെന്ന് പറഞ്ഞ് താത്ത പ്രാവശ്യം വിസിറ്റിങ്ങിന് പോയപ്പം ഞാൻ വിചാരിച്ചു അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇപ്പം എൻ്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ കാണിച്ചു തരാം. അതെല്ലാം എനിക്ക് തോന്നുന്നു ഓള് കൊണ്ടുവന്നത് ഫുള്ള് പ്രിൻറ്റഡ് ആണെന്നാണ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗിലുള്ളത്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹോപ്പ് യു ഓൾ ലൈക്ക് ഇറ്റ്. ബൈ ബൈ.